നോക്കിയ ആരാ നോക്കിയ വിഷ്ണു വാ. വിഷ്ണു പാ ഇരി എടി ഒന്ന് മാറ്റി കൊടുക്ക. എന്തല്ല മുത്ത നീ എന്ന് ഇവിടെ നിൽക്കുന്ന പോയി ചക്കനെ കുടിക്കാന്നങ്ങ് എടുത്ത് നോക്ക്. ചക്കൻ വെയിലത്ത് വന്നല്ലേ. അല്ലയാ എന്താ എന്റെ കല്യാണക്കാരൻ എന്തേ വല്ല നടക്കോ? കൊറേ ആയല്ലോ. എന്ത് കല്യാണക്കാരും ചങ്ങായി, നാട്ടിൽ കുറെ നാറികളുണ്ട് എൻ്റെ കല്യാണം മുടക്കാനായിട്ട് കേൾക്കുന്നു. കല്യാണം ഒന്നും നടക്കുന്നൊന്നുമില്ല. ആ നാട്ടിലൊരു നാറിയായിരുന്നു ഞാനും. കല്യാണം കഴിക്കണോണ്ട് ഞാൻ നാട് മറിക്കും. ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല, ഇപ്പോഴും നാറി തന്നെ. അവിടെ ഒരു കണക്കിന് നീയാണല്ലോ നമ്മളെ കൂട്ടത്തിൽ ആദ്യം കല്യാണം കഴിച്ചേ. നീ ശരിക്കും ഭാഗ്യവാനാട്ടാ. എന്ത് നല്ല ഭാര്യ. അത് ശരിയാ കേട്ടാ, ഇവള് സൂപ്പറാ, ഞാൻ നല്ല കംഫർട്ടാ. എനിക്ക് ജ്യൂസ് ഇല്ലേ? ഞാൻ ഇവിടെ രാവിലെ കിടന്ന് പട്ടീനെ പോലെ പണിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് കൽപ്പിച്ചാ പോരെ? വിഷ്ണു നീ നോക്കണം, ഇപ്പം കോളിംഗ് ബെല്ലടിച്ചിട്ട് ഇയാൾ ഇവിടെ ഇരിക്കുവല്ലായിരുന്നോ? അതുപോലും ചെയ്യാത്ത മണ്ടന ഇയാള്. നീ ആലോചിക്കണം, ഞാനും പണിക്ക് പോന്ന്, ഇയാളും പണിക്ക് പോന്ന്, പക്ഷെ കുട്ടിയും വീടും എല്ലാം എൻ്റെ തലയിലാണ്. അഥവാ ഇനി അറിയാണ്ട് അടുക്കളയിലൊന്ന് കയറിപ്പോയാൽ അമ്മയോ അല്ലെ അമ്മായിയമ്മയോ തുടങ്ങും, അയ്യോ മോനെ എന്തിനാ അടുക്കളയിൽ കയറ്റിയെന്ന്. കേട്ട് കേട്ട് മടുത്ത് എനിക്ക്. വലിയ ഗെയിം കളിക്കാരനാ, കോൾ ഓഫ് ഡ്യൂട്ടിയിൽ സ്നൈപ്പറാണ്, പക്ഷെ ടോയ്ലറ്റിൽ ടാർഗറ്റ് ഇല്ല. ഇത്രയും ലോകകാര്യം തലയിലുള്ളതുകൊണ്ടായിരിക്കും ഞാൻ തന്നെ പോയിട്ട് ഫ്ലഷ് അമർത്തണം. ഇവിടെ ഫ്ലാറ്റിൽ ജിമ്മുണ്ട്, പക്ഷേങ്കിൽ ഇയാൾ ടൗണിലെ ജിമ്മിലേ പോകൂ. എന്താ മിക്സഡ് ജിമ്മാണ്, അവിടെ പോയാലല്ലേ വായി നോക്കാൻ പറ്റത്തുള്ളൂ. കല്യാണത്തിന് മുന്നേ എന്തൊക്കെയായിരുന്നു, കരളെ തേനെ പൊന്നെ ചക്കരെ. ഇപ്പോഴോ ഒരുമാതിരി മീൻകാരെ വിളിക്കുന്ന പോലെയാ, ഏയ് കൂയി കൂയിന്ന്. എന്ത് പറയാനായത്. അല്ലടക്കട്ടെ, നമ്മളെ കുക്കു കൊടുത്തു ചോട്ടാ. കുക്കു ഞാൻ തന്നെ കിടത്തി ഉറക്കി, ഞാൻ തന്നെ എല്ലാം ചെയ്യണം. വലിയ നൊസ്റ്റാൾജിക് മനുഷ്യനാണ്. 90s വാങ്ങിയ 3 ട്രൗസറായി ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു കല്യാണത്തിന് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ? ഇതുപോലത്തെ ഓരോ കച്ചറ ബനിയാൻ ഊട്ടിട്ടാ വരിക. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. വിഷ്ണു ജ്യൂസ് കൂടി. കേട്ടത് ശരിയാങ്കിലേ അനക്കിന് ദാമ്പത്യം വേണ്ട.